ഒരു बूस्ट എടുക്ക भैया एक बूस्ट दे दो इस आदमी को എന്നാ കുറച്ച് ചോറാട്ടെ पुड़िए ചേട്ടാ കുറച്ച് ചോറ് തരുമോ? ഭയങ്കര വസത്തിട്ടാ, കയ്യിലെ പൈസ ഇല്ല. വൈകിട്ട് പല സാധനം വിറ്റിട്ട് വന്നിട്ട് പൈസ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ ചോറ് തികയില്ല. അപ്പോഴാ നിനക്ക് സൗജന്യമായിട്ട് ചോറ്. മാറിക്കാണ്ട് അതെ, ഇവിടെ എല്ലാരും ഭക്ഷണം കഴിച്ച് പോട്ടെ, എന്നിട്ട് നിനക്ക് തരണമെന്ന് ആലോചിക്ക. ഈ തൽക്കാലം അവിടെ മാറി നിൽക്ക്, നല്ല തിരക്കുള്ള സമയാ. എന്നെടുത്ത് മാറ്റിയടാ. वो छोटो तब बात में गया वो मैं ऐसा क्लिक करो. എത്രയാ ഒരു ബൂസ്റ്റ്? കടിയുണ്ടാ? ഇല്ലില്ല. 25 രൂപ. 25? ആ, ഇന്നലെ വരെ 20 രൂപയായിരുന്നല്ലോ. ഇന്നലെ വരെ 20 ആയിരുന്നു, ഇന്ന് മുതൽ 25 ആക്കി. എന്റെ പൊന്നു ചേട്ടാ, എല്ലായിടത്തും 20 രൂപയാണ്. ഇവിടുത്തെ ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? ഈ 5 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് വിലയുള്ളതാ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ, അറിയോ? ആ ആയിക്കോട്ടെ. 5 രൂപ നിങ്ങൾക്ക് വില ഉണ്ടാവില്ലേ? 5 രൂപയ്ക്ക് 5 രൂപ തന്നെ വേണം. 25 രൂപയാണെങ്കിൽ ചേട്ടൻ കാശ് തന്നോ, അല്ലെങ്കിൽ കാശ് തരണ്ട. തരുണ്ടെങ്കിൽ 25 രൂപ. അയ്യോ, നിങ്ങളുടെ അവതാരം വേണ്ട എനിക്ക് ജീവിക്കാൻ. ചേട്ടന് പൈസ ഞാൻ 20 രൂപ തരും, അതിൽ 5 പൈസ കൂടുതൽ വരില്ല. അത് എനിക്കൊരു നിർബന്ധമുള്ളതാ. എന്നാ 5 രൂപ കൊണ്ട് താൻ ഉണ്ടാക്കി കുറെ. ഞാൻ 20 രൂപ എല്ലായിടത്തും കൊടുക്കാറല്ലോ, ഇവിടെ 20 തന്നെ തരല്ലോ. ഈ രൂപയിൽ അവസാനിക്കണം. ചേട്ടാ എല്ലാരും പോയില്ലേ, ചോറ് കിട്ടും. നീ അങ്ങോട്ട് മാറി നിക്കടാ, ഇവിടെ ആൾക്കാർ ഭക്ഷണം ചെയ്യട്ടെ. എന്നിട്ട് ഊണാണോ? പോയി ഭക്ഷണം കഴിച്ചാൽ ഒരു ഉണ്ണത്ര കാശ്? 70. ഒരു മീൻ വറുത്തും കൊടുത്തോ? എത്രയാവോ? 30. അപ്പൊ 100 രൂപ. ഇതാ പിടിച്ചാൻ. പിന്നെ ഈ 20 രൂപ അത് ഞാൻ 20 തന്നെ തരല്ലോ. തനിക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ വാങ്ങുക. എന്താ? ഹലോ, അതെ, ഞാൻ എന്റെ പെണ്ണിനെയും കുട്ടികളും ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അളിയന്റെ പെണ്ണിനെയും കുട്ടികളും നോക്കാൻ പറ്റുന്ന വെച്ചാൽ മാത്രം കെട്ടിയാൽ മതിയായിരുന്നല്ലേ. അതെ, ഈ കാശ് എന്ന് പറയുന്ന സാധനം വെറുതെ കിട്ടുന്നതല്ല. ഞാനത് കാര്യത്തിന് മാത്രമേ എടുക്കുള്ളൂ. ഇത് മാസം ചോദിച്ചു നടന്ന എന്റെ കയ്യിലില്ല കേട്ടാ. ഈ കൊച്ചു കഥയുടെ സാമൂഹ്യ പ്രസക്തമായ മൂല്യങ്ങൾ എന്താണ്? ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഒരു മാസത്തിൽ വരുന്ന കമന്റുകളിൽ നിന്ന് ഒരു 10 കമന്റിന് പ്രത്യേക സമ്മാനം കരുതുക. മാത്രമല്ല, നല്ല കഥയുടെ നല്ല മൂല്യങ്ങൾ നാടെങ്ങും പരക്കട്ടെ.